الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമുക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് തരണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തോടെ നമ്മുടെ ദുനിയാവും ആഖിറവും നീ നന്നാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, ഒരിക്കൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കള് രണ്ട് വിഭാഗമായി ഒരു മജ്‌ലിസിൽ ഇങ്ങനെ തർക്കിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കള് രണ്ട് മജ്‌ലിസിൽ നിന്നിട്ട് രണ്ട് വിഭാഗമായി അവർ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്, തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് തർക്കം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി ആര്? ഒരു തർക്കം അതാണ്. അബൂന അക്രമുൽ ഖൽഖ് അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി ആരാണ്? ആ വിഷയത്തിൽ തർക്കം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു, അബൂന അക്രമുൽ ഖൽഖ് അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള ആൾ ഞങ്ങളുടെ ബാപ്പയാണ്. കാരണം അള്ളാഹു നേരക്ക് നേരെ പടച്ച ആള്. അള്ളാഹു ഒരു ബാപ്പയും ഉമ്മയും ഇല്ലാതെ നമ്മുടെ ബാപ്പനെയാണ് അള്ളാഹു തആല പടച്ചത്. അതുകൊണ്ട് അബൂന അക്രമുൽ ഖൽഖ് അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനനായ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ ഒരു കൂട്ടം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പറയുന്നു, അല്ല, ജിബ്രീലു അക്രമുൽ ഖൽഖ് അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനനായ ആള് അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. കാരണം കോടാനക്കോടിക്കണക്കിന് മലക്കുകൾക്കുള്ള ലീഡറാണ്, ക്യാപ്റ്റനാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളത്. അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാം ആ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നത്. ആദം നബി അലൈഹിസ്സലാം മക്കളോട് ചോദിക്കുന്നു, അല്ല മക്കളെ, നിങ്ങളുടെ വാദം എന്താണ്? നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? അപ്പോൾ ഒരു കൂട്ടം മക്കൾ പറഞ്ഞു, ബാപ്പാ, ഞങ്ങളുടെ തർക്കം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനായ ആള് ബാപ്പയാണ്. കാരണം ബാപ്പയും ഉമ്മയും ഇല്ലാതെ അള്ളാഹു തആല പടച്ചു. അതേപോലെ മലക്കുകളെ കൊണ്ട് അള്ളാഹു തആല സുജൂദ് ചെയ്യിപ്പിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും മലക്കുകളെക്കാളും കൂടുതൽ ബാപ്പക്കാണ് ബഹുമാനമുള്ളത്. അപ്പോൾ മറുഭാഗത്തെ വാദം, അല്ല, എല്ലാ മലക്കുകൾക്കുള്ള നേതാവ് അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനാണ് ഏറ്റവും വലിയ ബഹുമാനം എന്ന് ആ രണ്ട് വാദവും ബാപ്പയോട് പറഞ്ഞപ്പോൾ അതാ വാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറയുന്നു, യാ ബനിയ ഇന്നല്ലാഹ അസ്സ വജല്ല ലമ്മാ നഫഖ ഫിയ റൂഹ ഫഅവ്വലു മൻ ഫതഹ മിന്നി ഐനായ. എന്താണ് ബാപ്പ പറഞ്ഞത്? എൻ്റെ മക്കളെ, നിങ്ങൾ അറിയണോ, എന്നെ അല്ലാഹു തആല പടച്ചു. എന്നിലേക്ക് അല്ലാഹു തആല റൂഹ് ഊതിയപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് ആ റൂഹിനെ ഊതിയപ്പോൾ ആദ്യം എൻ്റെ ശരീരത്തിന് തുറന്നു വന്നത് എന്താണ്? ഐനായ, രണ്ട് കണ്ണാണ്. റൂഹ് എന്നിലേക്ക് ഇട്ടപ്പോൾ എനിക്കാദ്യം തുറക്കാൻ കഴിഞ്ഞത്, എന്നിൽ ആദ്യമായിട്ട് തുറന്നു വന്നത് ഫഅവ്വലു മൻ ഫതഹ മിന്നി ഐനായ,
ആദ്യം എന്നിൽ തുറന്നു വന്നത് എൻ്റെ രണ്ട് കണ്ണാണ്. അങ്ങനെ ഫറഅയ്തു അലൽ അർസി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ രണ്ട് കണ്ണുകളെ കൊണ്ട് ഞാൻ അർസിന്റെ ഭാഗമാണ് ആദ്യം കണ്ടത്, ഞാൻ നോക്കിയത്. ആ സമയത്ത് ഞാൻ കണ്ടു മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർസിന്റെ ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ പേരും ആ പേരിന്റെ കൂടെ ഒരാളെ പേരുണ്ട്. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഞാൻ അള്ളാഹുവിന്റെ കൂടെ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ബാപ്പ പറഞ്ഞു കൊടുക്കുന്നു മക്കൾക്ക്, മക്കളെ, ഞാൻ സ്വർഗത്തിൽ നിന്നിട്ട് പുറത്തു വരേണ്ടി വന്നു. ആ സ്വർഗത്തിൽ പുറത്തു വരുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ എൻ്റെ അള്ളാഹുവിനോട് ഞാൻ ദുആ എന്തെന്ന്? യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലിമാ തുബ്തു അലയ്യ. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാ, ഇബ്ലീസിന്റെ വസ്വാസി കൊണ്ട് ഈ സ്വർഗത്തിന് ഞാൻ പുറത്തു പോവുകയാണല്ലോ, എങ്കിലും ഞാൻ ചോദിക്കുന്നു, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ സ്ഥലത്തും എല്ലാ ജാഗയിലും എഴുതി വെച്ച നിന്റെ അടിമയാകുന്ന എൻ്റെ മോനാകുന്ന ആ മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, ലിമാ തുബ്തു അലയ്യ, എന്നെ തൊട്ട് നീ പൊരുത്തപ്പെടണം, എന്നെ തൊട്ട് നീ എന്താക്കണം? പൊരുത്തപ്പെടണം എന്ന് ഞാൻ ദുആർന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയുന്നു, എൻ്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു, എൻ്റെ ദുആ അല്ലാഹു തആല ഖബൂലാക്കി, എന്നെ അല്ലാഹു സ്വീകരിച്ചു. അതുകൊണ്ട് മക്കളെ, ഫമുഹമ്മദുൻ അക്റമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജല്ല. മലക്കുകളെക്കാളും ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും ഏറ്റവും ബഹുമാനമുള്ള ആള് അത് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഹബീബായ മുത്തുനബിന്റെ ബഹുമാനം, ഹബീബായ മുത്തുനബിന്റെ മഹത്വം ആദം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ റസൂലുള്ളാന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ റസൂലുള്ളാന്റെ മഹത്വങ്ങള്, റസൂലുള്ളാന്റെ ബഹുമാനങ്ങള് മജ്ലിസായിട്ടും ഒറ്റക്കായിട്ടും ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മരങ്ങളും മലക്കുകൾ പോലും ഹബീബിന്റെ മഹത്വം പറയുകയാണ്. അതാണ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതാ ജാബിർ റളിയല്ലാഹു അൻഹു, ഇബ്നു അസാക്കിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് ചുമരുകൾക്കിടയിൽ, രണ്ട് കുഞ്ചിന്റെ ഇടയിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തെന്നാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാതിമുൻ നബിയീൻ. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖാതമുൻ നബിയീൻ, നബിമാരെ കൂട്ടത്തിൽ അവസാനത്തെ ആളെന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് കുഞ്ചിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര മഹത്വം, എത്രമോ ഹദീസ്, ഇതുപോലെയുള്ള എത്രമോ ഹദീസ് വേറെയുമുണ്ട്. അപ്പൊ പറഞ്ഞാൽ തീരുകയില്ല. അത്രയും മഹത്വങ്ങളാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മഹത്വം. ഇനി ഞാൻ ഹബീബായ മുത്തുനബി ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ ആ മുതുവിലെ ഗർഭാശയത്തിലേക്ക് എപ്പോഴാണ് എത്തിയത് അതും കൂടി ഇതിൽ പറഞ്ഞു തരുന്നു. സീസ് നബി അലൈഹിസ്സലാം, സീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹു ഓരോ പ്രസവത്തിലും പ്രസവിക്കുമ്പോൾ രണ്ടാളെ പ്രസവിക്കും, ഒരാണും ഒരു പെണ്ണും, ഒരു ജോഡിയും. അങ്ങനെയാണ് ഇരട്ടയായിട്ടുള്ള പ്രസവമാണ് ആദ്യകാലത്ത്. അങ്ങനെ സീസ് നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചത് ഒറ്റക്കായിട്ട്. സീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ മറ്റൊരാളില്ല. അപ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുവിൽ നിന്ന്
ഹവ്വാ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ആ പ്രകാശം നീങ്ങിയത് അത് സീസ് നബി അലൈഹി ഇസ്ലാമിനെ ഗർഭം ചുമന്നപ്പോഴാണ്. അതുവരെ മുന്നേ ഒരുപാട് ആൾക്കാരുണ്ട്. ആ പ്രകാശം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുവിൽ തന്നെ ഉണ്ടായിരുന്നു. സീസ് നബി അലൈഹി ഇസ്ലാമിനെ പ്രസവം ആ ഗർഭം ചുമക്കുമ്പോൾ ആ ഗർഭത്തിലേക്കാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുവിലുണ്ടായിരുന്ന മുത്തുനബിൻ്റെ ആ പ്രകാശത്തെ അള്ളാഹുത്തല കൊണ്ടുവരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം ഒറ്റക്കാണ് പ്രസവിച്ചത്, കൂടെ ആരും ഇല്ല. അത് റസൂലുള്ളാഹിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ജോഡിയില്ല. അതുവരേക്കുമുള്ള പ്രസവം ഒരു ആണും ഒരു പെണ്ണും, ഒരു ആണും ഒരു പെണ്ണും. പക്ഷേ സീസ് നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റക്കാണ് സീസ് നബി അലൈഹി ഇസ്ലാമിനെ പെറ്റത്. കാരണം അത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ പരിശുദ്ധമാണ്, ബഹുമാനത്തെയാണ് അള്ളാഹു തആല കൈമാറി കൊടുക്കുന്നത്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് അഥവാ സീസ് നബി അലൈഹിസ്സലാമിനോട് നൽകിയ ഒരുപാട് ഉപദേശമുണ്ട്. മറ്റാർക്കും അങ്ങനത്തെ ഉപദേശം കൊടുത്തിട്ടില്ല. എന്താണ് ഉപദേശം? ഒരുപാട് പറയുന്നു, യാ ബുനയ്യ അന്ത ഖലീഫതി മിൻ ബഅദി ഫഖുദ്ഹാ ബിഇമാറത്തി തഖ്വ വൽ ഉർവത്തിൽ ഉസ്ഖാ വകുല്ലമാ ദകർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സീസ് നബി അലൈഹി ഇസ്ലാമിനോട് ആദം നബി അലൈഹി ഇസ്ലാം പറയുന്നു, മോനെ, നീ എനിക്ക് ശേഷം എൻ്റെ പ്രതിനിധിയാണ്. എൻ്റെ ശേഷം ഞാൻ വഫാത്തായാൽ, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഖലീഫയാണ് നീ, എൻ്റെ പ്രതിനിധിയാണ് നീ. അതുകൊണ്ട് മോനോട് പറയുന്നു, മോനെ, നല്ല തഖ്വ കൊണ്ട് ദൃഢമായ അള്ളാഹുവിൻ്റെ ആ വിശ്വാസത്തോടു കൂടി നീ എന്താക്കണം? തഖ്വയെ മുറുകെ പിടിക്കണം. അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴെല്ലാം അതാ പറയുന്നത്, യാ ബുനയ്യ അന്ത ഖലീഫതി മിൻ ബഅദി ഫഖുദ് ബിഇമാറത്തി തഖ്വ. അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്യുന്ന വിഷയത്തിൽ ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല. ആ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലേക്ക് നീ തഖ്വ ജീവിക്കണം. വൽ ഉർവത്തുൽ ഉസ്ഖാ, നല്ല വിശ്വാസം നിനക്ക് വേണം. വകുല്ലമാ ദകർതല്ലാഹ, നീ എപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നത്, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ പേര് നീ പറയുന്നത്, ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ. എപ്പ നീ അള്ളാഹുവിനെ ഓർത്താലും, എപ്പ നീ അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചാലും, ആ സ്മരിക്കുമ്പോഴെല്ലാം ഒരു നേതാവിൻ്റെ പേര് നീ സ്മരിക്കണം. അഥവാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കണം. അള്ളാഹുവിൻ്റെ പേര് നീ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ നീ ഓർമ്മിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നീ ഓർമ്മിക്കണം, നീ പറയണം. അപ്പോൾ സീസ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അതെന്താ വാപ്പ, മുഹമ്മദ് നബിനെ പ്രസവിച്ചിട്ടില്ല, മുഹമ്മദ് നബി ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹനെ ഓർമ്മിക്കുമ്പോൾ ആ ഹബീബിൻ്റെ പേര് ഓർമ്മിക്കാൻ വേണ്ടി ബാപ്പ പറയാനുള്ള കാരണം എന്താണ് എന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനോട് സീസ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്. അപ്പോഴാണ് ബാപ്പ അതിലേക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അള്ളാഹ് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അള്ളാഹുവേ, ഞങ്ങളെ വക്കം സ്വീകരിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്